ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ BSSC പരിശോധനാ റിപ്പോർട്ട് SITയുടെ പക്കലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം KP ശങ്കരദാസിനെ വിദഗ്ധ ഡോക്ടേഴ്സ് എന്ന് പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിരുന്നു. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരാനിരിക്കുകയാണെന്ന് ഒപ്പം തന്നെ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിലേക്ക് നീങ്ങുന്നുവെന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണല്ലോ. എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ് അഗൈൻ. പ്രവിത സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന ജില്ലയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്താ ഡെവലപ്മെന്റുകളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിൽ SIT അന്വേഷണം, അതായത് 6 ആഴ്ച കൂടി ഹൈക്കോടതി SITക്ക് അന്വേഷണം നടത്താനുള്ള സമയം നീട്ടി നൽകിയതിനു ശേഷമുള്ള ആദ്യ ഇടക്കാല റിപ്പോർട്ട് SIT നാളെ ഹൈക്കോടതിയിൽ നൽകിയേക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി SIT വ്യക്തമാക്കും. നേരത്തെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട SITയെ വിമർശിച്ചിരുന്നു. ഇതിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ എന്ന്, SITയുടെ അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ടോ എന്ന് ഹൈക്കോടതി സംശയം ഉന്നയിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ കട്ടളപ്പാളി, അതുപോലെ ഈ മറ്റിടങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം, അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചതിന് ശേഷമുള്ള ഇടക്കാല റിപ്പോർട്ടാണ് നൽകുന്നത്. VSCയുടെ തിരുവനന്തപുരത്തെ ലാബിൽ നടന്ന പരിശോധനാ ഫലം നേരത്തെ വിചാരണ കോടതിയിൽ നിന്ന് SIT സംഘത്തിന് കൈമാറിയിരുന്നു. അത് ഇന്നും ഇന്നലെയുമായി SIT സംഘം വിലയിരുത്തുകയാണ്. അതടക്കം കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം, അതായത് ഈ 99 കാലഘട്ടത്തിൽ ഈ കട്ടളപ്പാളിയിലും മറ്റുമൊക്കെ പൊതിഞ്ഞ സ്വർണം തന്നെയാണോ അവിടെ നിന്ന് മിസ്സായത്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയത്, അതായത് ഗോവർദ്ധന്റെ അടക്കമുള്ള ജ്വല്ലറികളിൽ നിന്ന് കണ്ടെത്തിയത് ആ സ്വർണം തന്നെയാണോ, അതിന്റെ കാലപ്പഴക്കം എത്രയാണ് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് ഈ VSCയുടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ, അല്ലെങ്കിൽ ആ പരിശോധനാ ഫലത്തിലുള്ളത്. അത് കൃത്യമായി SIT ഹൈക്കോടതി അറിയിക്കും. അത് ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം അതിനുശേഷം മനസ്സിലാക്കണം. അതായത് നേരത്തെ വിമർശനം അടക്കം നിലനിന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതാണ്. ഒപ്പം പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണത്തിന്റെ അളവും അത് സ്വർണ്ണത്തിന്റെ കാലപ്പഴക്കവും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. അത് വിദഗ്ധ ഡോക്ടർമാരടക്കം അധികൃതരടക്കമുള്ള സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കും. ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടും ഈ SIT അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടിൽ ചേർക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. നാളെ ഹൈക്കോടതിയിൽ ഈ വിഷയം, അതായത് റിപ്പോർട്ട് എത്തുമ്പോൾ ഹൈക്കോടതി എന്ത് പരാമർശം നടത്തുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നു. വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നുണ്ട്. വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ദിവസം ഈ അഭിഭാഷക കമ്മീഷൻ 2017 നൽകിയ റിപ്പോർട്ടിന്റെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ട്, അതായത് അഭിഭാഷക കമ്മീഷന്റെ സാന്നിധ്യത്തിലാണ് ഈ വാജിവാഹനം കൈമാറിയതെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് UDFന്റെ ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വാജിവാഹനം തന്ത്രിയുടെ വസതിയിലേക്ക് മാറ്റിയതും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് SIT സംഘം ഇത് കണ്ടെത്തിയതിനു ശേഷം അത് രാഷ്ട്രീയ ആയുധമായി LDF ഉപയോഗിക്കുകയാണ്, CPM ഉപയോഗിക്കുകയാണ്. അതിനെ UDF പ്രതിരോധിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. അതിൽ ഒരുപക്ഷെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം ഇന്ന് വരും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ അതിജീവിതം നൽകിയ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ജാമ്യം ഇന്നലെ കോടതി നിഷേധിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തള്ളുന്നു കോടതി. പ്രത്യേകിച്ച് ഉഭയകക്ഷി സമ്മതപ്രകാരമല്ല ഈ ബന്ധം തുടരുന്നത്. അതുമാത്രമല്ല, ലൈംഗിക അതിക്രമമായിരുന്നു. നേരത്തെയും സമാനമായി തന്നെ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ടുണ്ട്. അതിനാൽ ജാമ്യം നൽകാനാകില്ല എന്നാണ് കോടതി വിലയിരുത്തിയത്. ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സെഷൻസ് കോടതിയെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് ഹർജി നൽകും എന്നുള്ളതാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.